ഇനി അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ കൊല്ലത്ത് നിന്നൊരു വാർത്ത. ഗുണ്ടകൾക്ക് സ്ഥിരമായിട്ടൊരു ഓഫീസ്, അതും കൊല്ലം നഗരമധ്യത്തിൽ. തമാശയല്ല, ഗുണ്ടകൾ ഇതിനായി വലിയ പദ്ധതിയൊക്കെ തയ്യാറാക്കി. എണ്ണമറ്റ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ എല്ലാവരും ചേർന്നാണ് SN കോളേജിനടുത്ത് ഓഫീസ് തുറക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയത്. ഇതിന് മുന്നോടിയായി യോഗം ചേർന്ന ഗുണ്ടകളുടെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. സംഭവം അതീവ ഗൗരവമായി കണ്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗുണ്ടകളാണല്ലോ, അപ്പോ ഷോയ്ക്കും ഒട്ടും കുറവ് വേണ്ട. പ്രത്യേക യോഗത്തിനെത്തിയവർ തോക്കും കൊണ്ടാണെത്തിയത്. അതിന്റെ പടമെടുത്താൽ റീൽസുമാക്കാമല്ലോ. സത്യത്തിൽ ഇവർ ഏത് ലോകത്ത്, ഏത് മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്? ജനുവരിയിൽ നടന്ന ഗുണ്ടാസംഘത്തിന്റെ ഒത്തുചേരൽ ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. ഇതൊക്കെ ഞങ്ങളുടെ പണി സാധനങ്ങളാണെന്ന് കാണിക്കാനായിരിക്കണം. തോക്കിനും മാരകായുധങ്ങൾക്കുമൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പുതിയ ഗുണ്ട അസോസിയേഷന്റെ ഓഫീസ് റെഡിയായിട്ടുണ്ട്. ശ്രീ രാജരാജേശ്വരി ഗുണ്ട അസോസിയേഷൻ. പിന്നെ നേരെ റോഡിലേക്ക്. ഗുണ്ടകളാണല്ലോ, സാധാരണ നിയമങ്ങൾ ബാധകമല്ലെന്ന് സ്വയം കരുതുന്ന പ്രത്യേക മനോനിലയുള്ളവർ. അതുകൊണ്ട് പാട്ടും നൃത്തവും റോഡിൽ തന്നെ. മസിൽ കാണിച്ചും അടിക്കുന്നതിനെയും ഇടിക്കുന്നതിനെയും ആക്ഷൻ കാണിച്ചും ഗുണ്ടകളുടെ ആത്മരതി. വലിയ ഗുണ്ടകളുടെ പ്രകടനങ്ങൾ പുതിയതായി വരുന്നവർ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിക്കണം. അതാണ് ഗുണ്ടാ സംഘത്തിലേക്കുള്ള എൻട്രി ഫീസ്. ഗുണ്ടകൾ വളരെ ഗൗരവമായി നടത്തിയതും എന്നാൽ സാധാരണ മനുഷ്യന് അതിവിചിത്രവുമായി തോന്നുന്ന ഒരു കാര്യത്തിനായിരുന്നു ഇവരുടെ കൂടിച്ചേരൽ. കൊല്ലം SN കോളേജിനടുത്ത് ഗുണ്ടകൾക്ക് വേണ്ടി ഒരു ഓഫീസ്. എത്ര മനോഹരമായ സ്വപ്നം അല്ലേ? ക്രിമിനൽ കേസ് പ്രതികളുടെ ദൃശ്യങ്ങൾ വൻതോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഒട്ടും വൈകാതെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ സംഘത്തിന്റെ മുഴുവൻ നീക്കങ്ങളും നിരീക്ഷണത്തിലാക്കി. 6 പേർക്കെതിരെ FIR ഇട്ടു കഴിഞ്ഞു. ദൃശ്യങ്ങളുടെയും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ പോലീസിന്റെ വിവിധ സംവിധാനങ്ങൾ ക്രിമിനൽ കേസ് പ്രതികളുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.